ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കോളിഫ്ലവർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു 3 സവാള കട്ടാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ സവാള ചേർക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്, ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തൊന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇതാ ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ കട്ടാക്കിയത് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ സവാള ഇവിടെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ അതേപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. നല്ലൊരു കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ സവാള ഫ്രൈ ചെയ്ത ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാലയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഈ ഡയറക്റ്റ് ഇതേ സെയിം ഓയിലിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് നല്ല രീതിക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ അത്യാവശ്യം മുരിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 2 സൈഡിലും ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവണം. അപ്പോൾ അത്രയും വരെ നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ നല്ല രീതിക്ക് തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ എരിവ് കാരണം ഇവർ കഴിക്കാണ്ടിരിക്കുമല്ലോ. കോളിഫ്ലവർ ചിലപ്പോൾ നമ്മളെങ്ങനെ കുക്ക് ചെയ്താലും അവർ കഴിക്കില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതേ സെയിം പ്ലേറ്റിൽ തന്നെ ഒരു സൈഡിലോട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ ആ സെയിം ഓയിലിലോട്ട് തന്നെ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടട്ടോ, കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു തക്കാളി, പിന്നെ അതേപോലെ തന്നെ 2 പച്ചമുളക് ഇത്രയും നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലോട്ടാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഗരം മസാല ചേർക്കണം എന്നില്ല, ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മാത്രം വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നല്ല രീതിക്ക് തക്കാളിയും ഈ മസാലയൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ മക്കൾക്കാണിത് കാര്യമായിട്ട് തയ്യാറാക്കുന്നത്, കാരണം ഞാനിപ്പോൾ കുരുമുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ എത്രയാണോ നമുക്ക് കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് ലൂസാക്കിയിട്ട് കുക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തിക്ക് ഒരു ഗ്രേവി ഒരു ടെക്സ്ചറിലാണ് ഇതിപ്പോൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ ഒരു മസാലയുടെ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സമയം ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ അതേപോലെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് രണ്ടും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ദോശയൊക്കെ ആണെങ്കിലും അതിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ,
ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. പിന്നെ ഈ സവാള ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ സവാള ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ പാടെ ചേർത്തിട്ട് ഇനി നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ്, അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മല്ലിയില, കറിവേപ്പില, ഇത് രണ്ടും മസ്റ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ എല്ലാവരും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മല്ലിയില അതേപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ സൈഡായിട്ടൊക്കെ സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഒരു മധുരപ്പ് ഫീൽ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഒരു ചിക്കൻ മസാലയും പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്ത് പേര് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. നല്ല തിക്കായിട്ടുള്ളൊരു അടിപൊളി ഗ്രേവിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ലഞ്ചിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.